പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഒരു ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ അവിടെ ഏത് പെയർ വെർട്ടെക്സ് എടുത്താലും അതിനകത്ത് എക്സാക്ട്ലി വൺ പാത്ത് ഉണ്ടായിരിക്കും. നമുക്കറിയാം path is a sequences of edges, never repeat it vertex again. And here നമുക്ക് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അതിനകത്ത് ഒറ്റയ്ക്ക് എക്സാക്ട്ലി വൺ പാത്ത് ആണ് ഉണ്ടായിരിക്കുക. We know that connected means there is at least one path between every pair of vertices. At least one path ഉം exact one path ഉം ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കണക്റ്റഡിന്റെ മീനിങ് നമുക്ക് ഏത് രണ്ട് പെയർ വെർട്ടെക്സ് എടുത്താലും അതിൽ ഒരു പാത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കും. ഒന്നോ ഒന്നിലധികമോ ആകാം. പക്ഷെ ട്രീയുടെ കേസിൽ എക്സാക്ട്ലി വൺ പാത്ത് ഇൻ ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടിസസ്. Here that is the example. This is a tree with the 4 vertices. അപ്പൊ ഇവിടെ ഒരു എഡ്ജോടെ കൂടി നമുക്ക് എവിടെ ആഡ് ചെയ്താലും ഇറ്റ് മേക്ക് എ സർക്യൂട്ട്. നമുക്ക് ഇവിടെ ഒരു വെർട്ടെക്സിൽ ഒരു ലൂപ്പ് കൊടുത്താൽ ദാറ്റ് ഈസ് എ സർക്യൂട്ട്. ഇങ്ങോട്ടേക്ക് ഒരു ക്ലോസ്നെസ് കൊടുത്താൽ ദാറ്റ് ഈസ് എ സർക്യൂട്ട്. അങ്ങനെ എങ്ങനെ ചെയ്താലും അത് ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. അപ്പൊ നമുക്കറിയാം ദിസ് ഇസ് ദ ട്രീ. ഇതിന്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. 4 വെർട്ടെക്സിന്റെ അതിൽ വരുന്ന മാക്സിമം നമ്പർ എഡ്ജസ് 3 ആണ്. അതിന്റെ അഡീഷൻ ഓഫ് 1 എഡ്ജ് മേക്ക് ഇറ്റ് ബിക്കം എ സർക്യൂട്ട്. അപ്പൊ സർക്യൂട്ട് ആവാൻ പാടില്ലല്ലോ. അപ്പൊ ഞാനിവിടെ എ ടു ബി, ദിസ് ഇസ് എക്സാക്ട്ലി വൺ പാത്ത് ബിറ്റ്വീൻ എ ആൻഡ് ബി. രണ്ട് വെർട്ടെക്സ് എയിൽ നിന്ന് ബിയിലേക്ക് ഇതൊരു പാത്ത് നമുക്ക് കാണാം അല്ലെ. ഇനി ഒരു പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്കിവിടെ ഈ ഒരു പാത്ത് മാത്രമാണുള്ളൂ. ഇനി ഒരു പാത്ത് വേണമെങ്കിൽ നമുക്ക് ഞാനിവിടെ ഒരു എഡ്ജ് ഇവിടെ ഇങ്ങനെ വരയ്ക്കാണ്. ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ എ ടു ബി നമുക്ക് ഇങ്ങനെ വരാൻ പറ്റൂ അല്ലെ. ആ എഡ്ജ് എന്ത് ചെയ്യും? അങ്ങനെ ഒരു എഡ്ജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രീ എന്ന അസംഷന് കോൺട്രഡിക്ഷൻ ആകും അല്ലെ. ബിക്കോസ് ട്രീയിൽ ഒരു സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് അതിന്റെ തിയറത്തിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ തിയർ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് തിയറത്തിന്റെ പ്രൂഫ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയുന്നു കണക്റ്റഡ് ഗ്രാഫ് ആണ്. ബിക്കോസ് ഓഫ് കണക്ടിവിറ്റി ദർ ഈസ് എക്സാക്ട്ലി എ പാത്ത്. കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എവരി പെയർ ഓഫ് വെർട്ടിസസ് ഹാസ് പാത്തുകൾ ഉണ്ടാകും. എക്സാക്ട്ലി എന്ന് പറയുന്നില്ല, ദർ ഈസ് പാത്ത് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇനി ആ പാത്ത് യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ദർ ഇസ് ഡിസ്റ്റിങ്ക്റ്റ് പാത്ത്. ഒരു പാത്തും കൂടെ അവിടെ എക്സിസ്റ്റ് ചെയ്താൽ ആ പാത്ത് എന്താക്കും? നമ്മുടെ ഗ്രാഫിനെ സർക്യൂട്ട് ആക്കും. സർക്യൂട്ട് എന്നുള്ളത് ട്രീയുടെ ഡെഫിനിഷന് കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് അല്ല, അവിടെ യുണീക്ക് പാത്താണ് ഫോം ചെയ്യുള്ളൂ. ദർഫോർ നമുക്ക് പ്രോപ്പർട്ടി 1 ആയിട്ട് പറയാം. എന്താണ്? Only one path between every pair of vertices in a tree. Property number 1, that is the theorem 3.1. ഇനി ഈ തിയറത്തിന്റെ കോൺവേഴ്സ് പാർട്ട് നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. തിയറം 3.2. എന്തായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് പാർട്ട്? ഒരു ഗ്രാഫില് ഏത് രണ്ട് വെർട്ടിസസിനിടയിലും എക്സാക്ട്ലി ഒരു പാത്ത് ആണെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് ട്രീ എന്ന് വിളിക്കാം. നമ്മൾ ഇവിടെ എങ്ങനെ എന്താ പറഞ്ഞത്? ഒരു ട്രീയില് ഓൺലി വൺ പാത്ത് ആണ് ഉണ്ടാവത്തുള്ളൂ. ഒരു ട്രീ എടുത്താൽ അതിനകത്ത് എക്സാക്ട്ലി വൺ പാത്ത് ആണ്. അപ്പൊ നമ്മൾ തിരിച്ചു പറയണത് എങ്ങനെയാ? എല്ലാ വെർട്ടിസസിന്റെയും ഇടയിൽ ഒറ്റയ്ക്കൊരു പാത്താണ് ഉള്ളതെങ്കിൽ, യുണീക്ക് പാത്താണ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് ട്രീ എന്ന് വിളിക്കാം. നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് കോൺവേഴ്സ്ലി എന്ന് പറഞ്ഞത് കേട്ടോ. സോ if a graph G there is only one path between every pair of vertices, the graph G is a tree. നമുക്ക് യുണീക്ക് പാത്ത് ഉണ്ടെങ്കിൽ, യുണീക്ക് പാത്ത് ആണ് ഉള്ളത്, നമുക്ക് ആ ഗ്രാഫ് ട്രീ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫിലേക്ക് പോകാം. യുണീക്ക് പാത്ത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. വി അസ്യൂം ദാറ്റ് എന്താ ചെയ്യേണ്ടത്?
there is a unique path between every pair of vertices. അപ്പോൾ നമ്മൾ assume ചെയ്യാണ്, assume that a graph G എടുക്കാണ്, it has unique path അല്ലെങ്കിൽ one and only one path between every pair of vertices. അത് പറയണമല്ലോ, between every pair of vertices. ഓക്കെ, അങ്ങനെ എല്ലാ പെയർ ഓഫ് വെർട്ടിസസിന്റെ ഇടയിൽ പാത്ത് ഉണ്ടെങ്കിൽ ജിയെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പേര് വിളിക്കാം, ജി ഈസ് കണക്റ്റഡ്. ഓക്കെ അല്ലേ? നമ്മുടെ കണക്റ്റഡിന്റെ ഡെഫിനിഷൻ എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു പാത്തുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കണക്റ്റഡ്. നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന ഗ്രാഫിലെ എല്ലാ പെയർ ഓഫ് വെർട്ടിസസിലും യൂണീക് പാത്ത് ഉണ്ട്, എക്സാക്ട്ലി ഒരു പാത്ത് ഉണ്ട്. അതുകൊണ്ട് ആ ഗ്രാഫ് ജി എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ജി കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ജി സർക്യൂട്ട്ലെസ് ആണെന്നും കൂടി പ്രൂവ് ചെയ്താൽ the graph G is a tree. So we have to prove that G is circuitless. നമ്മൾ ആ ഒരു ഫോമിലേക്ക് നമ്മൾ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം അതിന്റെ അസംഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. അസംഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ, ഡെഫിനിഷനിൽ നിന്ന് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് അതിൽ എഴുതിയിരിക്കണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടി കോൺട്രഡിക്ടറി പ്രൂഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് കോൺട്രഡിക്ഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണം. എപ്പോഴും നമ്മൾ പ്രൂഫ് ഒരിക്കലും വായിച്ചു പഠിക്കരുത്. അത് എഴുതി അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നത് പോലെ സ്റ്റെപ്പുകൾ എഴുതി മനസ്സിലാക്കി പോവുക. അല്ലാതെ ഇത് വായിച്ചു പഠിച്ചാൽ ഒരിക്കലും കിട്ടില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കി അതിന്റെ സ്റ്റെപ്സ് ഓരോന്ന് മനസ്സിലാക്കി അത് ഓക്കെ ഈ അസംഷനിൽ നിന്നാണ് ഈ കണക്റ്റഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കണക്റ്റഡ് ഗ്രാഫ് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രീ ആണെന്നാണ്. കണക്റ്റഡ് പ്ലസ് സർക്യൂട്ട്ലെസ് ആണെങ്കിൽ ആ ഗ്രാഫ് ട്രീ ആണ്. നമുക്കിനി വേണ്ടത് എന്താണ്? ഗ്രാഫ് സർക്യൂട്ട്ലെസ് ആണെന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ പറയാണ്, ഒരു ഗ്രാഫില് ആ ഗ്രാഫ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ, സർക്യൂട്ട് ഇൻ എ ഗ്രാഫ്, നമ്മുടെ ഈ ജി എന്ന ഗ്രാഫില് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ എന്താ മീൻ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ അസ്യൂം ചെയ്ത ജി എന്ന കണക്റ്റഡ് ഗ്രാഫിന്റെ അകത്ത് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ there will be, നമുക്ക് അവിടെ പറയാൻ പറ്റും, distinct paths between every pair of, അല്ലെങ്കിൽ a pair of vertices. every ഇടത്തിലെങ്കിലും a pair of vertices. randomly we take a vertices A and B. അപ്പൊ നമ്മുടെ കണക്റ്റഡ് ഗ്രാഫ് ആണ്. ആ കണക്റ്റഡ് ഗ്രാഫിൽ യൂണീക്ക് പാത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സർക്യൂട്ട് ഇല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ട്രീ ആണെന്ന് പറയാം. അപ്പൊ ഞാൻ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഐ സേ ദാറ്റ് ഇഫ് ദർ ഇസ് എ സർക്യൂട്ട്, ആ ഗ്രാഫിന്റെ അകത്ത് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു ഗ്രാഫ് സർക്യൂട്ട് കണക്റ്റഡ് ആയിട്ട് സർക്യൂട്ട് വരുന്ന ഗ്രാഫ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഗ്രാഫില് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടിസസിലേക്ക് മിനിമം 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഉറപ്പായിട്ടും ഉണ്ട്. കാരണം നമുക്ക് ക്ലോസ്നെസ് ഉണ്ടല്ലോ. അപ്പൊ അത് എ ടു ബി ഒരു പാത്താണ്, ഇങ്ങനെ വളഞ്ഞു വരുന്ന എ ടു ബിയിലേക്ക് മറ്റൊരു പാത്ത് ഉണ്ട്. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് പാത്ത്, ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഡിസ്റ്റിങ്ക്റ്റ് പാത്ത്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ അല്ലെ? അപ്പൊ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല? സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അസംഷന് കോൺട്രഡിക്ഷൻ ആവും. ഓക്കെ, അപ്പൊ അസംഷന് കോൺട്രഡിക്ഷൻ ആകുന്ന തരത്തില് നമുക്കൊന്നും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ആഡ് ചെയ്തത് സർക്യൂട്ട് എന്നാണ്. സോ വിച്ച് ഈസ് സർക്യൂട്ട്ലെസ്. അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ ആകുന്നത് കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഗ്രാഫ് സർക്യൂട്ട്ലെസ് ആണ്. അപ്പൊ ഓൾറെഡി കണക്റ്റഡ് ആണ്, രണ്ടാമത് സർക്യൂട്ട്ലെസ് ആണ്. അപ്പൊ we can say that G is a tree. That is the theorem 3.2 or property number 2. Okay, അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി, ഒരു ട്രീ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് സർക്യൂട്ട്ലെസ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മൂന്നാമത് പറയണം. ഓക്കെ, ഒരു ട്രീയുടെ ഡെഫിനിഷൻ എഴുതുമ്പോൾ, ട്രീയെ പറ്റി അറിയുമ്പോൾ ട്രീ കണക്റ്റഡ് ആണ് എന്നറിയണം. ഓക്കെ, 2
സർക്യൂട്ട്ലെസ് ആണെന്ന് അറിയണം, അല്ലെങ്കിൽ അസൈക്ലിക് ആണെന്ന് അറിയണം. 3, യുണീക്ക് പാത്ത് ഉണ്ട് എന്നറിയണം. യുണീക്ക് പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വെർട്ടിസസ്. ഓക്കെ, അവിടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഇല്ല. അപ്പൊ 3 പ്രോപ്പർട്ടീസും വ്യക്തമായിട്ട് അറിയണം. ഇതില് ഈ മൂന്നാമത്തെ ഈ പ്രോപ്പർട്ടിനെയാണ് തിയറം 3.1 3.2 എന്ന് നമ്മൾ എഴുതി തിയറം പോലെ വന്നിരിക്കുന്നത്. എ പാർട്ടില് ബി പാർട്ടിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും, പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, എങ്ങനെ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂവ് ഓൺ ടു തിയറം 3.3. ഓക്കെ, തിയറം 3.3 another very important property. അടുത്ത പ്രോപ്പർട്ടിയാണ് a tree with n vertices has n-1 edges. ഓക്കെ, അപ്പൊ നമ്മൾ കൗണ്ട് അറിഞ്ഞിരിക്കണം. n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ, ഒരു ട്രീയിലെ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് അവിടെ ഉണ്ടാകും. വിച്ച് മീൻസ് 10 വെർട്ടിസസ് ആണെങ്കിൽ അതിനകത്ത് 9 എഡ്ജസ് ഉണ്ടായിരിക്കും. അത് ട്രീ ആണെങ്കിലാണ് കേട്ടോ. ഗ്രാഫില് ഇങ്ങനെയൊന്നുമില്ല. ഗ്രാഫില് നമുക്ക് സിമ്പിൾ ഗ്രാഫ്, നമുക്ക് ഗ്രാഫിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ട്രീയില് 10 വെർട്ടെക്സ് ആണെങ്കിൽ അതിനകത്ത് 9 എഡ്ജസ് ആണ് ഉണ്ടാകത്തുള്ളൂ. ബൈ ഇൻഡക്ഷൻ, ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വി നോ ദാറ്റ്. നമുക്ക് ഈ തിയറത്തിന് ഈ പ്രൂഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അറിയണം, അല്ലാതെ നമുക്ക് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അതിന്റെ തിയറട്ടിക്കൽ പ്രൂഫ് അറിയണം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ n1 ആകുന്ന കേസിൽ വെർട്ടെക്സ് ഒരെണ്ണം മാത്രം. ഒരു എഡ്ജ് തരാൻ പറ്റുമോ? അപ്പൊ എഡ്ജിന്റെ എണ്ണം 0. n2 ആകുന്ന കേസിൽ 2 വെർട്ടെക്സ് മാത്രം, എഡ്ജിന്റെ എണ്ണം 1. കാരണം അടുത്ത ഒരു എഡ്ജ് ടു മേക്ക് ഇറ്റ് ക്ലോസ്ഡ്, ക്ലോസ്നെസ് ആണല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജിന്റെ എണ്ണം 1. ഇനി n3 ആകുന്ന കേസിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസിന്റെ എണ്ണം 2. n4 ആകുന്ന കേസിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജുകളുടെ എണ്ണം 3. അല്ലെങ്കിൽ നാലാമതൊരു എഡ്ജ് വന്നാൽ വിച്ച് മേക്ക് ക്ലോസ്ഡ്. സോ അങ്ങനെ എക്സെട്ര n ഈക്വൽ ടു k-1. അങ്ങനെ എത്ര വെർട്ടെക്സ് എടുത്താലും നമുക്ക് ഈ പ്രൂഫ് കംപ്ലീറ്റഡ് ആണ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വിച്ച് ഇസ് പ്രൂവ്ഡ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയി പോയത് കേട്ടോ. n ഈക്വൽ ടു, അതായത് ഒരു വെർട്ടെക്സ് ആണെങ്കിൽ 0 എഡ്ജസ്, 2 ആണെങ്കിൽ 1 എഡ്ജ്, 3 ആണെങ്കിൽ 2 എഡ്ജ്, 4 ആണെങ്കിൽ 3 എഡ്ജ് അല്ലെ. അങ്ങനെയാണെങ്കിൽ n വെർട്ടെക്സ് ആണെങ്കിൽ how many edges? n-1 edges. Okay. By mathematical induction we prove it. Now we have to assume. ഇത് നമുക്ക് തിയറട്ടിക്കലി ഇത് പറയണം. തിയറട്ടിക്കലി പറയുമ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്, നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂഫിനെ നമ്മൾ ഈ ഒരു പ്രൂഫിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. So first of all we assume that the theorem is hold for. ഈ തിയറം n-ൽ കുറവുള്ള, n-നേക്കാൾ എണ്ണം കുറവുള്ള എല്ലാ വെർട്ടിസസിനും സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് വെരിഫൈഡ് ആണ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇറ്റ് ഇസ് പ്രൂവ്ഡ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതാണ്. വെർട്ടിസസ് 3 assume that the theorem hold for all trees with the fewer than n vertices. Okay, ഇനി നമ്മൾ n വെർട്ടിസസിനുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ പോവാണ്. Now assume ചെയ്തു n താഴെയുള്ള ഏത് വെർട്ടെക്സ്, n നമ്മളിവിടെ ജനറലി പറയുന്നതാണ് n. n താഴെ n-1 വെർട്ടെക്സസ് ആണെങ്കിൽ അവിടെ n-2 എഡ്ജസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. എന്നോട് പറഞ്ഞത് മനസ്സിലായല്ലോ. n-1 വെർട്ടിസസ് ആണെങ്കിൽ എത്ര എഡ്ജസ് കാണണം? n-2 എഡ്ജസ് കാണണം അല്ലെ.
അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പ്രൂവ് ചെയ്തു. n വെർട്ടിസസ് ആണെങ്കിലാണ് n-1 എഡ്ജസ്. ഓക്കെ, ദിസ് ഇസ് ദ തിയറം. ഇപ്പൊ വെർട്ടെക്സ് 10 ആണെങ്കിൽ എഡ്ജ് 9, വെർട്ടെക്സ് 8 ആണെങ്കിൽ എഡ്ജ് 7. ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് നൗ കൺസിഡർ എ ട്രീ. ഞാനൊരു ട്രീ കൺസിഡർ ചെയ്യാണ് വിത്ത് n വെർട്ടിസസ്. ഇവിടെയാണ് നമുക്ക് ടി എന്ന ട്രീയിലാണ് നമുക്ക് n-1 എഡ്ജസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ടി വിത്ത് n വെർട്ടിസസ്. ഓക്കെ, ഇനി ആ ടി എന്ന ട്രീയിലെ ഒരു എഡ്ജാണ് ഇ കെ. നമ്മുടെ ടി എന്ന ട്രീയിലെ ഒരു എഡ്ജ് ഇ കെ with end vertices vi and vj. ഓക്കെ, അപ്പൊ ടി എന്നുള്ളത് ഒരു ട്രീ ആണ്, n വെർട്ടിസസ് ഉണ്ട്. അപ്പൊ റാൻഡംലി ഇറ്റ് ക്യാൻ ഡ്രോൺ ലൈക്ക് ദിസ് എക്സെട്ര. എഡ്ജസ് ഉണ്ട്, n എഡ്ജസ് ആണ്, സോ എക്സെട്ര ഇതാ ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇവിടെ v1 vj എന്ന രണ്ട് വെർട്ടെക്സിനെ ഇ കെ എന്ന എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. So EK is an exactly one path between V1 and Vi and Vj. നമുക്കറിയാം ഈ Vi എന്ന വെർട്ടെക്സിൽ നിന്നും Vj എന്ന വെർട്ടെക്സിലേക്ക് EK അല്ലാതെ പിന്നെ ഒരു പാത്ത് അവിടെ ഉണ്ടാവില്ല. Because of theorem 3.1 we have a unique path between every pair of vertices. അല്ലേ? അപ്പോ നമുക്കറിയാം വിഐയെയും വിജെനെയും EK എന്നൊരു എഡ്ജ് ഇല്ലാതെ മറ്റൊരു കണക്ഷനും അവർക്ക് തമ്മിലില്ല. ഓക്കെ, അപ്പോ തിയറം 3.1 ഇവിടെ കോട്ട് ചെയ്തത് എഴുതണം, സ്റ്റേറ്റ്മെന്റ് എഴുതണം. ബൈ തിയറം 3.1 there is no other edge or path, no other path in between vi and vj. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ EK അങ്ങ് റിമൂവ് ചെയ്താലോ? റിമൂവൽ ഓഫ് EK forms T will disconnect. അല്ലെ, നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് VI VJനെ കണക്ട് ചെയ്തിരിക്കുന്ന EK എന്ന എഡ്ജിനെ റിമൂവ് ചെയ്താൽ T എന്നുള്ളത് ഡിസ്കണക്റ്റഡ് ആവും. ഓക്കെ, ട്രീ ആയതുകൊണ്ട് തന്നെ ഡിസ്കണക്റ്റഡ് ആയാലും അതിനകത്ത് കിട്ടുന്ന കമ്പോണൻസും എന്ത് തന്നെയായിരിക്കും? ട്രീ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ അവിടെ EKനെ ഒന്ന് വെടിയിപ്പിച്ചിട്ട് നമ്മുടെ T എന്ന ഗ്രാഫിനെ, ഇതാണ് നമ്മുടെ T എന്ന ഗ്രാഫ്, രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റി, T1 ആൻഡ് T2. ഇറ്റ്സ് ഓൾസോ ട്രീ അല്ലെ? എന്തായിരിക്കും? ഫ്യൂവർ ദാൻ n വെർട്ടിസസ് ആയിരിക്കും. T1 ആൻഡ് T2 ബി എ കമ്പോണൻസ് ഓഫ് T അല്ലെങ്കിൽ ബി എ ട്രീസ് ഓർ ട്രീസ് വിത്ത് ഫ്യൂവർ ദാൻ n വെർട്ടിസസ്. ഓക്കെ, ഉറപ്പായിട്ടും n വെർട്ടെക്സിനേക്കാളും എണ്ണം കുറവായിരിക്കും. കാരണം നമ്മുടെ ക്യാപിറ്റൽ T പാരന്റ് ഗ്രാഫിലാണ് n വെർട്ടിസസ് ഉള്ളത് എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ് T1 ഹാസ് n1 വെർട്ടിസസ്, നമുക്ക് n1 വെർട്ടിസസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. T2-ല് n2 വെർട്ടിസസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ n1 വെർട്ടിസസ് ഉണ്ടെങ്കിൽ അവിടെ n1 മൈനസ് എഡ്ജസ് ഉണ്ടാവും. ഓൾസോ n2 വെർട്ടിസസ് ഉണ്ടെങ്കിൽ n2 മൈനസ് 1 എഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, so it will be T1 and T2 is again a tree fewer than n vertices. By mathematical induction we know that എത്ര എഡ്ജസും എത്ര വെർട്ടിസസ് ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും എന്ത് എഡ്ജുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ what is the total of T1 plus T2? T1ഉം T2ന്റെയും ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് n1 മൈനസ് 1 എഡ്ജും പ്ലസ് n2 മൈനസ് 1 എഡ്ജസും ആണ് അല്ലെ? ഈ T1 പ്ലസ് T2നെ നമുക്ക് ആദ്യം ഒരു പേരുണ്ടായിരുന്നു T മൈനസ് EK. ഈ EK അങ്ങ് ഡിലീറ്റ് ആയി പോയപ്പോഴാണ് T1 T2 എന്ന് വന്നത്. അപ്പൊ നമുക്ക് T1 പ്ലസ് T2നെ T മൈനസ് EK എന്ന പേരിൽ കൊടുക്കാം. ദാറ്റ് ഈസ് വെർട്ടിസസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തു n1 പ്ലസ് n2 മൈനസ് 2. n1 പ്ലസ് n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പോണന്റിലെയും ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് വെർട്ടിസസ് ആണ്. അത് n ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Therefore, T minus EK has n minus 2 edges ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ടി എന്ന ട്രീയില് എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? ഈ ഇ കെനെ നമുക്ക് ഇപ്പുറത്തേട്ട് വന്നാൽ n-2 എഡ്ജസ് പ്ലസ് ഇ കെ എന്ന എഡ്ജും. ഇ കെ എന്ന എഡ്ജിനെയും കൂടെ ആഡ് ചെയ്യുക. ഇ കെ ഒരൊറ്റ ഒരു എഡ്ജാണ്. ദാറ്റ് ഇസ് n-2 പ്ലസ് 1. ദാറ്റ് ഇസ് -2 പ്ലസ് 1 n-1 എഡ്ജസ്. അപ്പോൾ formally without loss of generality we prove that T has n-1 edges. Once again important to prove ആണ്. ഒരു ഗ്രാഫില് ഗ്രാഫ് ട്രീ ആണെങ്കിൽ n വെർട്ടിസസ് ഉണ്ടെങ്കിൽ അവിടെ n-1 edges ഉണ്ടായിരിക്കും. The statement is that tree with n vertices has n-1 edges. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പ്രൂവ് ചെയ്തത് അതിന്റെ കൺക്ലൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ the theorem is hold for all vertices less than n. n-നേക്കാൾ താഴെയുള്ള ഏത് കേസ് എടുത്താലും അതിൽ പ്രൂവ്ഡ് ആണ്. ഓക്കെ, നമുക്ക് ഇനി n കേസിൽ തിയററ്റിക്കലി പ്രൂവ് ചെയ്യുമ്പോൾ n വെർട്ടെക്സ് ഉള്ള ഒരു ടി എന്ന ഗ്രാഫിനെ കൺസിഡർ ചെയ്തു. ആ ടി എന്ന ഗ്രാഫിലെ എഡ്ജാണ് ഇ കെ. ടി ട്രീ ആയതുകൊണ്ട് തന്നെ ഏത് രണ്ട് വെർട്ടെക്സിന്റെ ഇടയിലാണോ ഇ കെ ഉള്ളത്, ആ ഇ കെ ഉള്ളത് എന്നുള്ളത് യുണീക്ക് പാത്താണ് ആ വെർട്ടിസസുകൾക്കിടയിലുള്ളത്. ബിക്കോസ് ഓഫ് തിയറം 3.1 we have unique path between every pair of vertices. അപ്പോൾ വി ഐ വി ജെ എന്നുള്ളത് ടി എന്ന ഗ്രാഫിലെ വെർട്ടിസസ് ആണ്, ഇ കെ എന്നുള്ളത് അവരെ കണക്ട് ചെയ്യുന്ന എഡ്ജുമാണ്. സോ we can say that a removal of ek becomes the graph will be disconnected. ഞാൻ അവിടെ ആ ഗ്രാഫിനെ ഇ കെനെ റിമൂവ് ചെയ്തു, രണ്ട് ഗ്രാഫിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ T1 T2 എന്ന n താഴെ വെർട്ടിസസ് ഉള്ള രണ്ട് ട്രീസ് നമുക്ക് വീണ്ടും കിട്ടി. വീണ്ടും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ n1 വെർട്ടിസസ് ആണെങ്കിൽ അവിടെ n1-1 എഡ്ജസ് ഉണ്ടെന്നും n2 വെർട്ടിസസ് ആണെങ്കിൽ അവിടെ n2-1 എഡ്ജസ് ഉണ്ടെന്നും പറഞ്ഞു. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് ആഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് T1 പ്ലസ് T2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, നമ്മുടെ പാരന്റ് ടിയുടെ ഡിസ്കമ്പോണൻസ് ആണല്ലോ. ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളും ക്യാപിറ്റൽ ടി തന്നെയാണ്. നമ്മൾ ഇ കെനെ റിമൂവ് ചെയ്തത് കൊണ്ട് ആ ടി മൈനസ് ഇ കെ എന്ന് തന്നെ അവിടെ കൊടുത്തു. ടി മൈനസ് ഇ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയിൽ നിന്ന് ഇ കെ എന്ന എഡ്ജ് റിമൂവ് ചെയ്തതിനു ശേഷമുള്ള എഡ്ജുകളുടെ എണ്ണം. സിമ്പിൾ സോൾവിംഗ് ആണ്. n1 പ്ലസ് n2 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്, ദാറ്റ് ഇസ് n ആണ്. ഇനി t മൈനസ് ഇ കെ, ദാറ്റ് ഇസ് t ഈക്വൽ ടു n-1 edges, hence the theorem. ഇനി തിയറം 3.3നോട് ഒപ്പമുള്ള സം കൊറോളറീസ് ആണ്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ തിയറം തന്നെയാണ് പേര് കൊടുത്തേക്കുന്നത്. തിയറം 3.4 n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജസിൽ നിന്ന് വരുന്ന രണ്ട് റിസൾട്ട് ആണ്. ഓക്കെ, ഈ പറഞ്ഞ മൂന്ന് തിയറംസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് തിയറം. Any connected graph with n vertices and n-1 edges is a tree. ഗ്രാഫ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് n വെർട്ടെക്സ് ഉണ്ട്, n-1 എഡ്ജസ് ആണെങ്കിൽ ആ ഗ്രാഫ് എന്താണ്? ട്രീ ആണ്. ഇവിടെ പറയാൻ ഒരു കാര്യം വിട്ടിട്ടുണ്ട്, എന്താന്ന് പറയാമോ? എന്തെങ്കിലും കാര്യം ഇവിടെ ആഡ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടോ? ഈ തിയറം എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റില്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്റ്റേറ്റ്മെന്റിന്? സർക്യൂട്ട് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് പറയാണ് കണക്റ്റഡും n വെർട്ടെക്സും n-1 എഡ്ജസും ഉണ്ടെങ്കിൽ സർക്യൂട്ടിന്റെ കേസ് അവിടെ പറയേണ്ട ആവശ്യമില്ല, ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ഓക്കെ,
അപ്പൊ കണക്റ്റഡ് ആം എൻ വെർട്ടെക്സും n-1 എഡ്ജസും ഉണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട് ഇല്ല എന്നോർത്ത് വിഷമിക്കരുത്, ഇത് ട്രീ ആയിരിക്കും. അതിനൊരു പ്രൂഫ് കിട്ടാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ജി എന്ന് പറയുന്നൊരു കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ്, അസംഷൻ ആണ്, ലെറ്റ് അല്ലെങ്കിൽ അസ്യൂം എന്ന് പറഞ്ഞൊക്കെ നമുക്ക് തുടങ്ങാം. ജി ബി എ കണക്റ്റഡ് ഗ്രാഫ്, n വെർട്ടീസസ്, n-1 എഡ്ജസ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജി എന്നുള്ളത് ട്രീ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് പോസിബിൾ, സർക്യൂട്ട്ലെസ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാണ്, നമ്മൾ അസ്യൂം കൂടെ ചെയ്തേക്കാം. എന്തായിരിക്കും അസ്യൂം ചെയ്യാൻ പോണത്? ജി ഹാസ് എ സർക്യൂട്ട്. അങ്ങനെ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇത് ട്രീ ആണോ എന്ന് നോക്കണമല്ലോ. അസ്യൂം ദാറ്റ് ജി ഹാസ് എ സർക്യൂട്ട്. അപ്പൊ നമ്മൾ അവിടെ ആദ്യം അസംഷൻ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് എഴുതി. ഇഫ് പോസിബിൾ, ഞാൻ അവിടെ എഴുതി ചേർത്തേക്കുന്നുണ്ടോ? ഇഫ് പോസിബിൾ, സാധിക്കുമെങ്കിൽ ആ ജി എന്ന കണക്റ്റഡ് ഗ്രാഫിന്റെ അകത്ത് ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ജിയിൽ നിന്ന് ഒരു എഡ്ജിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആവില്ല. ഓക്കെ, സോ an edge E from G, നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പുകളൊക്കെ കേട്ടോ. let E be an edge in a graph G. The removal of E does not disconnect the graph. Okay, connected graph ആണ്, അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ഫോം ചെയ്താലും അതിനകത്തൊരു എഡ്ജ് റിമൂവ് ചെയ്താലും ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ജി മൈനസ് ഇ വന്നു കഴിയുമ്പോൾ ഒന്ന് വെർട്ടിസസിന്റെ കൗണ്ട് ഒന്ന് പറയണേ. കണക്റ്റഡ് തന്നെയാണല്ലോ, ഗ്രാഫ് കണക്റ്റഡ് ആണ്. ഓക്കെ, കണക്റ്റഡ് ആണ്. ജി മൈനസ് ഇ, ഞാൻ അതിന് ജി ഡാഷ് എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ജി ഡാഷ് കണക്റ്റഡ് ആണ്. എത്ര വെർട്ടെക്സ് ഉണ്ട്? n വെർട്ടിസസ് ഉണ്ട്. ജി ഡാഷിൽ എത്ര എഡ്ജസ് ഉണ്ട്? ഓൾറെഡി നമ്മളിവിടെ ജിയില് n-1 എഡ്ജസ് ആണ് ഉള്ളത്. -1 that is n-2 എഡ്ജസ് ആണ് ജി ഡാഷിലുള്ളത്. അപ്പൊ പറയാണ് ജി ഡാഷ് കണക്റ്റഡ് ആണ്, n വെർട്ടിസസ് ആണ്, n-2 എഡ്ജസ് ആണ്. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. കണക്റ്റഡ് ആണ്, ഓക്കെ, സർക്യൂട്ട് ഉണ്ടെങ്കിലും കണക്ടിവിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, കണക്ടിവിറ്റി ഓക്കെ ആയി. n വെർട്ടെക്സ് ഉണ്ട്, പക്ഷെ ആ എഡ്ജ് n-2 എന്നുള്ള നമ്പറിൽ വരാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദി അസംഷൻ. അല്ലെങ്കിൽ നമ്മളവിടെ n വെർട്ടിസസ് n-1 എഡ്ജസ് അവിടെ എഴുതാൻ പാടില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ അവിടെ അസ്യൂം ചെയ്തതിൽ ഒരു പെശക് പറ്റിയിട്ടുണ്ട്. ഈ അസ്യൂം ചെയ്തത് ജിക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെന്നുള്ളത് അസംഷൻ ആണ് അവിടെ കുഴപ്പക്കാരനാക്കിയത്. Therefore, G cannot include any circuit. Okay. അങ്ങനെ സർക്യൂട്ട് ഇല്ലെങ്കിൽ we can say that G is a. Okay. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ഗ്രാഫും n വെർട്ടിസസും n-1 എഡ്ജസും ഉള്ള ഗ്രാഫ് ട്രീ തന്നെയാണ്. എന്തുണ്ടാവാൻ പാടില്ല? സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രൂഫില് ഓൾറെഡി നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ അകത്ത് ഇനി സർക്യൂട്ട്ലെസ് എന്ന് എഴുതിയില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല, ട്രീ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പ്രൂഫിലെ സർക്യൂട്ട് വന്നത് കൊണ്ട് ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് ദ തിയറം. എല്ലാം വായിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. n വെർട്ടിസസും n-1 എഡ്ജസ് ഒക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. 1-2 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. Next theorem 3.5. These are the properties. Property number 5. 3.5. ഇതും നമ്മുടെ n വെർട്ടെക്സ് n-1 എഡ്ജ് ഫോർമാറ്റിൽ വരുന്ന ഒരു theorem ആണ്. A graph G with n vertices and n-1 edges and with no circuits is connected. ട്രീ എന്നല്ല പറഞ്ഞേക്കുന്നേ. ഒരു ഗ്രാഫിൽ n വെർട്ടെക്സ് ഉണ്ട്, n-1 എഡ്ജസ് ഉണ്ട്, പിന്നെ അവിടെ എന്താണ്, സർക്യൂട്ട്ലെസ്സും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് എന്താണ്, കണക്റ്റഡ് ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ആസ് യു ഓൾ നോ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് തന്നെ അസ്യൂം ചെയ്യുന്നു. എന്തെടുക്കുന്നു? ഒരു ഗ്രാഫ് എടുക്കുന്നു. ജി എന്ന ഗ്രാഫാണ്, സർക്യൂട്ട്ലെസ് ആണ് അല്ലെ, n വെർട്ടെക്സ് ഉണ്ട്, n-1 എഡ്ജസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള സർക്യൂട്ട്ലെസ് ഉള്ള ഈ ജി എന്നുള്ളത് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ, ഇഫ് ജി ഈസ് ഡിസ്കണക്റ്റഡ്, അതിനകത്ത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒന്നോ രണ്ടോ അതിലധികമോ കമ്പോണൻസ് കാണും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more components. ഞാനപ്പോ ഒരു ജിയെ 2 കമ്പോണന്റ് ആയിട്ടുള്ള ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഒക്കെ ആണ്. അത് നമ്മൾ പറയുന്ന ഒരു കേൾക്കുന്ന ഒരു ജനറലി ഒരു പേരാണ് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി. അതിന്റെ ജനറാലിറ്റി നഷ്ടപ്പെടാതെ ജി എന്ന ഗ്രാഫ് 2 കമ്പോണന്റുകൾ ആണ് എന്ന് ഞാൻ പറയാണ്. നമുക്കറിയാം, ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ 2-ലധികം കമ്പോണൻസ് ഉണ്ടാകാം. അപ്പൊ ഞാൻ നമ്മുടെ പ്രൂഫ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിക്ക് 2 കമ്പോണൻസ് ഉണ്ട്. അതിന് G1 and G2 എന്ന് പേര് കൊടുത്തു. G1-ലുള്ള ഒരു വെർട്ടെക്സ് ആണ് V1, G2-ലുള്ള ഒരു വെർട്ടെക്സ് ആണ് V2. ഇവർക്കിടയിൽ ഒരു പാത്ത് ഉണ്ടാവില്ല, ഉറപ്പുള്ള കാര്യമാണ്. കാരണം ദാറ്റ്സ് ആർ ഡിസ്കണക്റ്റഡ് കമ്പോണൻസ്. ഞാൻ ഇവരെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ G1-ൽ നിന്ന് V2-ലേക്ക് ഒരു കണക്ഷൻ വരാൻ വേണ്ടി, അതായത് അതിനെ കണക്റ്റഡ് ആക്കാൻ വേണ്ടി E എന്നൊരു എഡ്ജിനെ ഞാൻ ആഡ് ചെയ്തു. അതായത് ഒരു V1-ൽ നിന്ന് V2-ലേക്ക് E എന്ന്, അതായത് ഒരു ആ സർക്യൂട്ട്ലെസ് ഗ്രാഫ് ആണ്. ഒരു E ആഡ് ചെയ്തത് കൊണ്ട് അത് സർക്യൂട്ടായി മാറൊന്നുമില്ല അല്ലെ, കാരണം ഡിസ്കണക്റ്റഡ് കമ്പോണൻസ് ആണ്, അവിടെ വേറെ പാത്ത് ഒന്നും ഇല്ലല്ലോ. അപ്പൊ V1-ൽ നിന്ന് V2-ലേക്ക് ഒരു എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനെ G യൂണിയൻ E ഒരു എഡ്ജ് ഞാൻ ആഡ് ചെയ്തു. ഈസ് എ സർക്യൂട്ട്ലെസ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അസംഷനിൽ പറഞ്ഞ പോലെ സർക്യൂട്ട്ലെസ് ആണ്, കണക്റ്റഡും ആണ്. ഓക്കെ, ആ കണക്ടിവിറ്റി എന്താണ്? ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളതിൽ ഒരു എഡ്ജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ V1-ൽ നിന്ന് V2-ലേക്ക് ഒരു എഡ്ജ് കൊടുത്തപ്പോൾ അവർ കണക്റ്റഡ് ആയല്ലോ. ഇനി നമുക്ക് അവരുടെ വെർട്ടിസസും എഡ്ജസും എണ്ണണം. n വെർട്ടിസസും n-1 എഡ്ജസ് എന്നാണ് പറഞ്ഞത്. ഒരു എഡ്ജ് ആഡ് ചെയ്തപ്പോ n-1 + 1 എഡ്ജസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു n എഡ്ജസ്. ഇത് കോൺട്രഡിക്ഷൻ ആവും അല്ലെ, കാരണം അസംഷനില് n-1 എഡ്ജസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. എവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത്? നമ്മുടെ ഗ്രാഫ് ഒരിക്കലും ഡിസ്കണക്റ്റഡ് ആവാൻ പറ്റില്ല. Therefore, G is connected. ആരോ പറയാമെന്നതാണോ? ഞാൻ കുറച്ച് സ്പീഡിൽ എടുക്കുന്നത്, 2 ക്ലാസ് മിസ്സായതിന്റെ സ്പീഡാണ് കേട്ടോ. മാത്രവുമല്ല വളരെ ഈസി ആയിട്ടുള്ള തിയറംസ് ആണ്. 5 തിയറവും ഏകദേശം നമ്മൾ രണ്ട് തിയറത്തിന്റെ പ്രൂഫ് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പ്രൂഫ് എഴുതാനായിട്ട് ഞാൻ നിങ്ങളുടെ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഞാൻ തന്നിരിക്കുന്നത് പോലെ തന്നെ എഴുതണം എന്നുള്ളത്. മാർക്ക് കിട്ടണമെങ്കിൽ, ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ വേണ്ട കാര്യമാണ്. കാരണം പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ പ്രൂഫിനാണ് വാല്യുവേഷൻ സ്കീമില് പ്രസക്തി ഉള്ളൂ. നമ്മൾ എത്രമാത്രം കൺസ്ട്രക്ഷൻ ചെയ്താലും അതൊരു ഫുൾ മാർക്കിലെത്താൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, കൺസ്ട്രക്ഷൻ പ്രൂഫ്, അതായത് നമുക്ക് ഇലസ്ട്രേഷൻ വിത്ത് എക്സാമ്പിൾസ് വെച്ച് ചെയ്യാം. നമുക്ക് ഗ്രാഫിന്റെ തിയറം പ്രൂഫ്സ് ഒക്കെ ഉറപ്പായിട്ടും എക്സാമ്പിൾസിലൂടെ കാണിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു തിയറം എക്സാമ്പിൾസിൽ ചെയ്യാം, അതിനെല്ലാം എക്സാമ്പിൾസിൽ ചെയ്യാം. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ അസ്യൂം ചെയ്യുന്നതും കോൺട്രഡിക്ഷൻ വരുത്തുന്നതും എങ്ങനെയൊക്കെയാണെന്നുള്ളത് സ്റ്റെപ്പ് വൈസ് ഒരു തവണ, 2 തവണ, 3 തവണ, അതായത് പല തിയറംസിൽ എഴുതുമ്പോൾ അതിന്റെ ഒരു ഐഡിയ നമുക്ക് വരും. ഓക്കെ, ആ ഐഡിയ പഠിച്ചു വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തത് ഞാനൊരു തിയറം കൂടെ പഠിപ്പിച്ചിട്ട് നിർത്തുവാണ് കേട്ടോ. ഞാൻ നോട്ട് കുറച്ചധികം ഇടുന്നുണ്ട്. നോട്ട് എന്ന് വെച്ചാൽ 1-2 പേജസും കൂടി എക്സ്ട്രാ ഇടുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി പോയേക്കാം.
അപ്പൊ അടുത്ത ദിവസം പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങ് പഠിപ്പിച്ചോളാം. അടുത്തത് പെൻഡന്റ്. ഓക്കെ, പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രാഫില് ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ ആ വെർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് പെൻഡന്റ് വെർട്ടെക്സ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ഐസൊലേറ്റഡ് എന്താ? ഐസൊലേറ്റഡ് എനിബഡി? യെസ് യെസ്. എച്ച് ഇല്ലാട്ടെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് വി ഈക്വൽ ടു 0. അതിന്റെ എഡ്ജ് ഇല്ല എന്നുള്ളത് ഡെഫിനിഷനിലേക്ക് ശരിയാണ്. ഒരു വെർട്ടെക്സിന് എഡ്ജസ് ഒന്നും ഇല്ല, ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി 0 ആണ്. അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഐസൊലേറ്റഡ്. ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ പലവർക്കും. ഐസൊലേറ്റഡും പെൻഡന്റും ഒക്കെ മാറിപ്പോയവരുണ്ട്. അപ്പൊ പഠിക്കുമ്പോ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ ഡിഗ്രി ഓഫ് വി 1 ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് പെൻഡന്റ് വെർട്ടെക്സ്. അപ്പൊ ഇത് വെച്ചിട്ടൊരു തിയറം ഉണ്ട്. ഒരു ട്രീയില് തിയറം 3.6 ആണ്. ഞാനിവിടെ തിയറം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ വെട്ടുകളയരുത്. ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് നിങ്ങൾ ചോദിക്കാം. ഈ തിയറത്തിന് എങ്ങനെ ചോദിക്കാം? പ്രൂവ് ദാറ്റ് എ ഗ്രാഫ് G with n vertices and n-1 edges with no circuit is connected. കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അല്ലെങ്കിൽ n vertices has n-1 edges, show that. തിയറം എന്ന് അത് നമ്മൾ അതിന്റെ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫും എവിഡൻസും ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് തിയറം എന്ന് പറയുന്നത്. ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അതിന് ഒരു എന്താണ് ഓൾട്ടർനേറ്റ് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇറ്റ്സ് എ ക്ലെയിം. ഈ ക്ലെയിമിനെ ആർക്കും ഓൾട്ടർനേറ്റ് ചെയ്ത് റിജക്ട് ചെയ്യാൻ സാധിക്കാതെ എഴുതി വെച്ചിരിക്കുന്ന സത്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജോൺ ഡാർവിൻ തിയറം, ന്യൂട്ടൺസ് ലോസ് ഒക്കെ പോലെ തിയറംസ് ആണ്. അപ്പൊ ഈ തിയറത്തിന്റെ മുകളിൽ ഒരു പ്രൂഫ് കൊണ്ട് ദിസ് ഇസ് റോങ് എന്ന് ക്ലെയിം ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് തിയറം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഇതെന്താ നിറച്ച് തിയറി ആണല്ലോ എന്ന് തിയറി പാർട്ടുണ്ട്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവരോ പ്രോബ്ലം പോലെ കണക്കാക്കുക. പ്രോബ്ലം നമ്പർ 1, പ്രോബ്ലം നമ്പർ 2 എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു രീതി തന്നെ മനസ്സിലാക്കുക. ഒന്നും വിട്ടുകളയരുത്. സ്കിപ്പ് പഠിക്കാൻ നിങ്ങളൊരു മൊഡ്യൂള് പൂർണ്ണമായിട്ടും പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ട് പഠിക്കരുത്. പൂർണ്ണമായിട്ടും പഠിക്കുക. സ്കിപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. So theorem 3.6, in any tree with n vertices where n greater than or equal to 2, there are at least 2 pendant vertices. ഈ അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റ് ഒക്കെ എന്ന് അറിഞ്ഞിരിക്കണേ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 എണ്ണം എങ്കിലും, 2 or more. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 or more. അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞാലോ മാക്സിമം ഓഫ് 2. ഓക്കെ, അപ്പൊ ഈ ഒരു മാറിപ്പോവാറുണ്ട് ചിലർക്കൊക്കെ. കുട്ടികളൊക്കെ റെഗുലർ സ്റ്റുഡൻസ് ഒക്കെ തെറ്റിച്ച് വെക്കാനാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 പെൻഡന്റ് വെർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 പെൻഡന്റ് വെർട്ടെക്സ് എങ്കിലും ഒരു ട്രീയിൽ കാണും. വെർട്ടെക്സിന്റെ നമ്പറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2ഓ അതിൽ കൂടുതലോ വെർട്ടിസസുകളുടെ എണ്ണം വരണം. അപ്പൊ അതിൽ താഴെ ഉള്ളത് നമുക്കറിയാം 1 ആണ് അല്ലെ. 1 വന്നു കഴിഞ്ഞാൽ ഇത് പ്രൂവ് ആവില്ല. അപ്പൊ അതിന്റെ കേസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. 2 വെർട്ടെക്സ് എങ്കിലും മിനിമം വേണം. അപ്പൊ 2 പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 1 ആയിട്ടുള്ള വെർട്ടിസസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം പ്രൂഫിലേക്ക് പോവാണ്. ഒരു ട്രീയില് n വെർട്ടിസസ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ട്? A tree with n vertices has എത്ര എഡ്ജസ് ഉണ്ട്? How many edges in a tree? n-1 എഡ്ജസ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. ഒരു ട്രീയിലെ n വെർട്ടെക്സ് ഉണ്ട്, n-1 എഡ്ജസ് ഉണ്ട്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം. എന്താ ഹാൻഡ് ഷേക്കിംഗ് തിയറം പറയുന്നത്? What is handshaking theorem? Sum of degree of vertices equal to 2e. അങ്ങനെ 2e, അതായത് 2 into edges, എഡ്ജുകളുടെ എണ്ണം. എന്താണ്? സം ഓഫ് ടോട്ടൽ ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടിസസ്. ഓരോ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്ന എഡ്ജുകളുടെ എണ്ണം, അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രീയില് ടോട്ടൽ ഡിഗ്രി എത്രയായിരിക്കും? ടോട്ടൽ ഡിഗ്രി ഓഫ് വെർട്ടിസസ് എത്രയായിരിക്കും നമ്മുടെ ഈ ട്രീയില്? സിഗ്മ ഡി ഓഫ് വി എത്രയാ? 2 into എഡ്ജുകളുടെ എണ്ണം എത്രയാ? 2 into n minus 1. That is equal to 2n minus 2. ഇത്ര എഡ്ജസുകൾ ഉണ്ടായിരിക്കും അല്ലെ? അതായത് ടോട്ടൽ ഡിഗ്രി 2n minus 2 ആണ്. ഇത് ഇവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ കുറച്ച് 1-2 കാര്യം ഡിഗ്രീനെ പറ്റി പറയാണ്. ടി എന്നുള്ളത് കണക്റ്റഡ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ട്രീ. അവിടെ 0 ഡിഗ്രി വരുന്ന വെർട്ടെക്സ് ഉണ്ടോ? 0 ഡിഗ്രി വരുന്ന വെർട്ടിസസ് ഉണ്ടാവും, ബിക്കോസ് കണക്റ്റഡ് ആണ് അല്ലെ? കമ്പോണൻസ് ഉണ്ടാവില്ല. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് തന്നെ നാളെ നിൽക്കുകയാണ്. അപ്പോ നോ വെർട്ടെക്സ് ഓഫ് 0 ഡിഗ്രി. ഓക്കെ, 2 ഡിഗ്രി ഉള്ളത് ഉണ്ടാവോ? 2 ഡിഗ്രി ഉള്ളത് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരാം, 2ഓ അതിലധികമോ വരാം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് എല്ലാത്തിന്റെയും ഡിഗ്രി ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ സം ഓഫ് ഡിഗ്രി ഓഫ് വി ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n ആയിരിക്കും അല്ലേ? നമ്മൾ 0 ഡിഗ്രിയുടെ കേസ് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. 1 കേസാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് 1 കേസിനെ, അതായത് 1 ഡിഗ്രി വരുന്ന ആളെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് 2 മുതൽ മുകളിലേക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ, എല്ലാ വെർട്ടിസസിനും 2ന് മുകളിലാണ് ഡിഗ്രി എങ്കിൽ നമുക്ക് പറയാം സം ഓഫ് ഡിഗ്രി ഓഫ് വി എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n. ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ n വെർട്ടെക്സിന്റെ ഡിഗ്രി always greater than or equal to 2n. But question number 1 says that sum of degree of v greater than or equal to എന്താ പറഞ്ഞേക്കുന്നേ? 2n minus 2. ഉറപ്പായിട്ടും greater than or equal to 2n അല്ല, എന്താണ്? 2n minus 2നേക്കാൾ greater than or equal ആണ്. അതാണ് 2n. 2n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. മൈനസ് 2 2 എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് അവിടെ ഉറപ്പായിട്ടും എന്തുണ്ടാവും? there are at least 2 pendant vertices അവിടെ ഉണ്ടായിരിക്കും. That is the theorem. States that a graph tree, a tree with n vertices and greater than or equal to t with at least 2 pendant vertices. അപ്പോൾ പ്രൂഫ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ചിട്ടാണ്. n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n minus 1 എഡ്ജസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. വി ഓൾസോ ദ പ്രോപ്പർട്ടി ഓഫ് ട്രീ അത് എഴുതി കഴിഞ്ഞു. ദെൻ സം ഓഫ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് 2e ആണ്. e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n minus 1 എഡ്ജസ് ആണ്. ഇനി അതിനെ നമുക്ക് അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഇക്വേഷൻ നമ്പർ അവിടെ നിൽക്കെ തന്നെ നമ്മൾ 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി, 2ന് മുകളിലേക്ക് ഡിഗ്രി ഉള്ള കേസ് നമുക്ക് 1 ഡിഗ്രിയാണ് നമുക്ക് അറിയേണ്ടത്. 0 ഡിഗ്രി ഇല്ല എന്നുള്ളത് ക്ലെയിം ചെയ്തു ബിക്കോസ് ഓഫ് കണക്റ്റഡ്നെസ്. ഇനി ഡിഗ്രി ഓഫ് വി ഒരു വെർട്ടെക്സിന് 2ഓ അതിലധികമോ ആണെങ്കിൽ മാക്സിമം ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n ആയിരിക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ 2n minus 2 ആണ് എന്നുള്ളത് ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ടോട്ടൽ ഡിഗ്രി 2n minus 2 ആണ്. സോ അവിടെ അറ്റ്ലീസ്റ്റ് 2 പെൻഡന്റ് വെർട്ടിസസ് എങ്കിലും ഉള്ളത് കൊണ്ടാണ് 2n minus 2 എന്ന് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n എന്ന കേസിൽ നിന്നേനെ. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തതൊരു തിയറവും 2 ഡെഫിനിഷനും കോട്ട് ചെയ്തിട്ട്
2 പ്രോബ്ലം കോട്ട് ചെയ്തിട്ട് നോട്ട് ഞാൻ അയക്കും. സാറ്റർഡേസിലേക്ക് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞു പോകാം. ഓക്കെ.